Dear students, we have been discussing the first function of management, that is planning. Today we are moving to the second function, that is organizing. When we say about organizing, the first sentence is that organizing provides framework. We know planning is the basis of management, and organizing is the area which provides framework to the management. In simple terms, organizing means identification and grouping of activities and assigning them to different departments. This is organizing. That is, in case of organizing, we will identify and group the activities. അല്ലേ, ഒരു സ്ഥാപനത്തിൽ ഒരുപാട് പ്രവർത്തികളുണ്ടാവും, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ ആക്ടിവിറ്റീസിനെയൊക്കെ തിരിച്ചറിയുക. അപ്പോൾ ഒരു ബാങ്ക് ആണെങ്കിൽ അല്ലേ, ചെക്ക് വാങ്ങുക, ചെക്ക് പാസ്സാക്കുക, അല്ലേ, ദെൻ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുക, ക്യാഷ് കൊടുക്കുക, ഇതൊക്കെ ഓരോ ആക്ടിവിറ്റിയാണ്. സോ ഇൻ ഓർഗനൈസേഷൻ വി വിൽ ഐഡൻറ്റിഫൈ ഓൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് ഗ്രൂപ്പ് ദം. അല്ലേ, എല്ലാ ആക്ടിവിറ്റീസും എല്ലാവരും ചെയ്യില്ല, പകരം അതിനെ നമ്മൾ ഗ്രൂപ്പായി തിരിക്കും. ക്ലറിക്കൽ ആക്ടിവിറ്റീസ്, മാനേജീരിയൽ ആക്ടിവിറ്റീസ്, ദെൻ ആക്ടിവിറ്റീസ് ഓഫ് അറ്റൻഡേഴ്സ് ഓർ ഫാക്ടറി ലെവൽ ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഇങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, ആൻഡ് അസൈനിങ് ദം ടു ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഈ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനെ തന്നെ വി വിൽ അസൈൻ ടു ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമുക്കറിയാം, മാർക്കറ്റ് റിലേറ്റഡ് ആയ എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കും. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും വി വിൽ അസൈൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ദിസ് ഈസ് കോൾഡ് ഓർഗനൈസിങ്. ദാറ്റ് ഈസ്, ഓർഗനൈസിങ് മീൻസ് identification and grouping of activities and assigning them to different departments. ഇതാണ് ഒരു സിമ്പിൾ മീനിങ്. ദെൻ അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡണൽ, നമുക്കറിയാം അല്ലേ, കൂൺസ് ഓഡണൽ എന്ന് പറയുന്ന രണ്ട് മാനേജ്മെൻറ്റ് എക്സ്പേർട്സാണ്, ഹാരോൾഡ് കൂൺസ്, ഓഡണൽ. ഇവർ രണ്ടുപേര് കമ്പൈൻഡ് ആയിട്ടാണ് പലപ്പോഴും ഡെഫിനിഷൻസും കോൺട്രിബ്യൂഷൻസൊക്കെ ഉണ്ടാവാറുള്ളത്. അക്കോർഡിംഗ് ടു ദം, ഓർഗനൈസിങ് ഇൻവോൾവ്സ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് നെസസറി ടു അക്കംപ്ലിഷ് ഗോൾസ് ആൻഡ് പ്ലാൻസ്. നമ്മുടെ ഗോളുകളും പ്ലാനുകളും അക്കംപ്ലിഷ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് അസൈൻമെൻറ്റ് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ടു അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഈ ആക്ടിവിറ്റീസിനെ അനുയോജ്യമായ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കലാണ്. ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് അതോറിറ്റി, ഡെലിഗേഷൻ ആൻഡ് കോർഡിനേഷൻ. അല്ലേ, ഇതിലൂടെ നമ്മൾ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്, ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, കോഓർഡിനേഷൻ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് ഈസ് അനദർ ഡെഫിനിഷൻ. ഓർഗനൈസിങ് ഇൻവോൾവ്സ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് നെസസറി ടു അക്കംപ്ലിഷ് ഗോൾസ് ആൻഡ് പ്ലാൻസ്, ദ അസൈൻമെൻറ്റ് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ടു അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് അതോറിറ്റി, ഡെലിഗേഷൻ ആൻഡ് കോഓർഡിനേഷൻ. According to George R. Terry, G.R. Terry means George R. Terry, organizing is establishing of effective behavioral relationship between or among persons. അല്ലേ, വ്യക്തികൾ തമ്മിലുള്ള ഒരു ബിഹേവിയറൽ ബന്ധമുണ്ടാക്കി വെക്കലാണ്. ദാറ്റ് ദേ മേ വർക്ക് ടുഗദർ ഇഫക്റ്റീവ്ലി. അവരെന്ത് ചെയ്യും, അതിലൂടെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യും, ഇഫക്റ്റീവായി വർക്ക് ചെയ്യും. ആൻഡ് ഗെയിൻ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇൻ ഡൂയിങ് സെലക്റ്റഡ് ടാസ്ക് under given environmental conditions for the purpose of achieving some goal or objective. This is another definition. So, functions of organizing, or we may mention it as steps involved in organizing. ഓർഗനൈസിങ്ങിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്സ് എന്നും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഡിഫറെൻറ്റ് എക്സ്പേർട്സ് ഹാവ് ഗിവൺ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ചില ബുക്കുകളിൽ നോക്കിയാൽ വ്യത്യസ്ത ബുക്കുകളിൽ വ്യത്യസ്ത സ്റ്റെപ്പുകളാണ് ഉണ്ടാവുക. ചില ഓതേഴ്സ് അതിന് സ്റ്റെപ്സ് എന്ന് പറയും, ചിലർ ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ എനിവേ, ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ഓർഗനൈസിങ് ഫങ്ഷൻ ആർ: ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷനിലുണ്ടാകുന്ന ആക്ടിവിറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ബാങ്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ, വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദം, വി ഹാവ് ടു ഡിറ്റർമിൻ ദം. സെക്കൻഡ്ലി, ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പാക്കി തിരിക്കുക. ദെൻ അലോട്ട്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ടു സ്പെസിഫിക് പേഴ്സൺസ്. ഈ ഡ്യൂട്ടീസിനെ
അല്ലേ? ഈ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഡ്യൂട്ടി, ജോബ് എന്നൊക്കെ പറയുന്നത്. വി വിൽ അലോട്ട് ദീസ് ഡ്യൂട്ടീസ് ടു സ്പെസിഫിക് പേഴ്സൺസ്. പ്രത്യേകം വ്യക്തികൾക്ക് നമ്മളിതിങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അല്ലേ? ടോപ്പ് ലെവൽ അതോറിറ്റിയിലുള്ള ആളുകൾ മുഴുവനായിട്ട് അത് ചെയ്യില്ല. ചില വർക്കുകളൊക്കെ മറ്റുള്ളവർക്ക് സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ഡെലിഗേഷൻ. ദെൻ ഡിഫൈനിങ് റിലേഷൻഷിപ്സ്. ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ, അല്ലേ? ഡിഫൈൻ ചെയ്യുക. ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ്. ഒരു സുപ്പീരിയറിൻ്റെ കീഴിൽ ഏതൊക്കെ സബോർഡിനേറ്റ്സ് ആണ് വരിക, അല്ലെങ്കിൽ ഓരോ സബോർഡിനേറ്റിനെയും മുകളിൽ ഏതൊക്കെ സുപ്പീരിയേഴ്സ് ആണ് ഉണ്ടാവുക. ഈ രീതിയിൽ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദി അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. ദെൻ ലാസ്റ്റ് കോഓർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്. ഇൻ ഫോർ സർട്ടൈൻ ഓതേഴ്സ് ദീസ് സ്റ്റെപ്സ് ആർ 4. ചില ഓതേഴ്സ് 4 സ്റ്റെപ്പുകളായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ്, ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കാണ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, അല്ലേ? നമ്മൾ ചെയ്യുന്നത് വർക്കിനെ ഡിവൈഡ് ചെയ്യുന്നു. ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, ഈ വർക്കുകളുടെ ഈ ആക്ടിവിറ്റീസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ദെൻ ക്രിയേറ്റിംഗ് റിലേഷൻഷിപ്പ്, ഈ ഗ്രൂപ്പിനെ, അല്ലേ, വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസിനെ, ഡിപ്പാർട്ട്മെൻറ്റുകളെ, വ്യക്തികളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയും ചില ഓതേഴ്സ് 4 സ്റ്റെപ്പുകൾ പറയാറുണ്ട്. സോ ദിസ് ഈസ് ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസിങ് ഓർ സ്റ്റെപ്സ്. Then we will discuss one more topic, that is principles of organization. ഓർഗനൈസിങ്ങിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ആണ്. ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഫോളോഡ് ഇൻ കേസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ബട്ട് ദർ ആർ സർട്ടൻ ഡിഫറൻസസ്. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ പറയുന്നത് all the activities, all the jobs, everything should be defined clearly. It should be specified clearly. ഇപ്പോൾ ഒരു ജോബ്, മാനേജർ അല്ലെങ്കിൽ ഒരു ക്ലർക്ക് എന്ന് പറയുന്ന ഒരു ജോബ്, ക്ലർക്ക് എന്ന് പറയുന്ന ജോബിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യണം. ആരാണ് ക്ലർക്ക്, ക്ലർക്കിന് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് വരിക, ഏതൊക്കെ ടാസ്കുകൾ ആ പെർട്ടിക്കുലർ ക്ലർക്ക് ചെയ്തിരിക്കണം, അയാളുടെ സുപ്പീരിയർ ആരാണ്, സബോർഡിനേറ്റ് ആരാണ്, ഇതുപോലെ എല്ലാം വ്യക്തമായി ഡിഫൈൻ ചെയ്യണമെന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റീസ്, ടാസ്ക്, ജോബ്സ്, etc. everything should be defined very clearly. Then principle of objectives. Organizing should be done by considering the objectives. ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അല്ലേ? നമ്മൾ ഏതൊരു ടാസ്ക്, ഏതൊരു ഗ്രൂപ്പിനായാലും വ്യക്തികൾക്കായാലും, അല്ലേ, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. Then only we can make a organizing process so as to achieve the objectives. Then third, division of work. നമ്മൾ സാധാരണ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഫെയോളിൻ്റെ പ്രിൻസിപ്പിളും പഠിച്ചിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് വർക്ക്, അല്ലേ? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ദ ടോട്ടൽ വർക്ക് ഇൻ ദ ഓർഗനൈസേഷൻ, ടോട്ടൽ ജോബ്, ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ആൻഡ് അസൈൻഡ് ടു ഡിഫറൻറ്റ് പേഴ്സൺസ്, അല്ലേ? ഒരു ഓർഗനൈസേഷനിലുള്ള ഓരോ ആക്ടിവിറ്റീസിനെയും ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലേ? അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയും എല്ലാവർക്കും അസൈൻ ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഒരു ബാങ്കിൽ ഒരുപാട് പണിയുണ്ടാവും. എല്ലാ പണിയും ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്നിലും സ്പെഷ്യലൈസ്ഡ് ആവില്ല. ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷനാണ്. സോ ഡിവിഷൻ ഓഫ് വർക്ക് ഈസ് അനദർ പ്രിൻസിപ്പിൾ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. നമ്മളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓർഗനൈസിങ് പ്രോസസ്സ്. ദർ ഷുഡ് ബി എ കണ്ടിന്യൂറ്റി. ഏറ്റവും ടോപ്പ് അതോറിറ്റി തൊട്ട് ഏറ്റവും ലോവസ്റ്റ് വർക്കർ വരെ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പുള്ള ഒരു ഹൈറാർക്കി, അതിനൊരു കണ്ടിന്യൂറ്റി വേണം. ദെൻ നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ, അല്ലേ? വൈൽ ഓർഗനൈസിങ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി നോട്ടഡ് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഓർഗനൈസിങ് പ്രോസസ്സ് ചെയ്യാൻ. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? സ്പാൻ ഓഫ് കൺട്രോൾ ഈസ് ഓൾസോ കോൾഡ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. സ്പാൻ ഓഫ് കൺട്രോൾ ആണ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി കൺട്രോൾഡ് ബൈ എ സുപ്പീരിയർ. ഒരു സുപ്പീരിയറിന് ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിയന്ത്രിക്കാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു മാർക്കറ്റിംഗ് മാനേജർക്ക് 4 മാർക്കറ്റിംഗ് ഓഫീസേഴ്സിന് അല്ലെങ്കിൽ സെയിൽസ് ഓഫീസേഴ്സിനെ മാത്രമേ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ 4 എണ്ണത്തെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്
that can be effectively controlled by a superior. It is called span of control and span of management. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യണം, അത് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ, കൺട്രോൾ ബൈ എക്സെപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സെപ്ഷണൽ കേസുകൾ സ്പെസിഫിക്കായി കൺസിഡർ ചെയ്തുകൊണ്ട് കൺട്രോളിങ് നടത്തുക എന്നുള്ളതാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അതായത് വി ഷുഡ് നോട്ട് ട്രൈ ടു കൺട്രോൾ എവരിത്തിങ്, എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് അല്ലേ. കുട്ടികളെയൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും പിടുത്തം കിട്ടില്ല. കാരണം അവന് ഇത് ആളെ കാണുമ്പോൾ തന്നെ ഒരു അലോസരം തോന്നും. കാരണം വി ഷുഡ് നോട്ട് ട്രൈ ടു കൺട്രോൾ എവരിത്തിങ്. ഇപ്പോൾ എക്സെപ്ഷണൽ കേസുകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് നൽകി ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സെപ്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി അല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റഡ് ഷുഡ് ബി ഫ്ലെക്സിബിൾ, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ സിറ്റുവേഷൻ. നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കി, ഇന്ന മാനേജർ, അയാളുടെ കീഴിൽ ഇത്ര 4 പേര് അല്ലെങ്കിൽ 8 പേര്, അത് അങ്ങനെ തന്നെ കാലാകാലം പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇത് ഷുഡ് ബി ഫ്ലെക്സിബിൾ, ഇറ്റ് ഷുഡ് ബി ചേഞ്ചബിൾ. ഓർഗനൈസേഷനിലെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച്, എൻവയോൺമെൻറ്റ് ചേഞ്ചിനനുസരിച്ച്, പ്രോഡക്റ്റ് ചേഞ്ചിനനുസരിച്ച് പല ചേഞ്ചസും വരാം. ഈ ചേഞ്ചുകൾക്കൊക്കെ അനുസരിച്ച് മാറ്റാൻ കഴിയുന്നതായിരിക്കണം ഓർഗനൈസേഷൻ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ച പ്രിൻസിപ്പിളാണ് അല്ലേ. ദർ ഷുഡ് ബി ഓൺലി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഹാവിങ് സെയിം ഒബ്ജക്റ്റീവ്. ഒരേ ഒബ്ജക്റ്റീവുള്ള ഒരു ഗ്രൂപ്പിന് ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ പാടുള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഓർഗനൈസിങ്. നമ്മൾ ഓർഗനൈസിങ്ങിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ദർ ഷുഡ് ബി ഓൺലി വൺ ഹെഡ് ഫോർ എ ഗ്രൂപ്പ്, വൺ ഹെഡ് ഫോർ എ പ്ലാൻ, ഓർ വൺ ഹെഡ് ഫോർ എ ഡിപ്പാർട്ട്മെൻറ്റ്. ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്. ദർ ഷുഡ് ബി എ ബാലൻസ് ടു ബി മെയിൻറ്റെയിൻഡ് അല്ലേ. വളരെ സ്ട്രിക്റ്റ്, വളരെ ലിബറൽ അല്ല, ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ സ്കാലാർ ചെയിൻ പ്രിൻസിപ്പിൾ. സ്കാലാർ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ചെയിൻ ഓഫ് കമാൻഡ് റേഞ്ചിങ് ഫ്രം അൾട്ടിമേറ്റ് അതോറിറ്റി ടു ലോവർ ലെവൽസ്. ടോപ്പ് ലെവൽ തൊട്ട് ലോവർ ലെവൽ വരെ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്ന ഒരു ചെയിൻ ഓഫ് കമാൻഡാണ്, ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ കേസ് ഓഫ് ഓർഗനൈസിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ദർ ഷുഡ് ബി സ്കാലാർ പ്രിൻസിപ്പിൾ ഫോളോഡ്. പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി. ഓർഗനൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അച്ചീവ് ഓർഗനൈസേഷണൽ എഫിഷ്യൻസി എന്ന് ആയിരിക്കണം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അനദർ പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദർ ഷുഡ് ബി പ്രോപ്പർ സ്കോപ്പ് ഫോർ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയർ അയാളുടെ അതോറിറ്റി, അയാളുടെ ടാസ്ക് തൻ്റെ സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുക, അയാളുമായിട്ട് ഷെയർ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് ദർ ഷുഡ് ബി ഡെലിഗേഷൻ. ആ രീതിയിൽ വേണം ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കാൻ. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഡെലിഗേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഓർഗനൈസിങ്ങിലും അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഷുഡ് ബി ക്രിയേറ്റഡ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി. ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഏതൊരാൾക്കും ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ യൂണിഫോം രൂപത്തിലായിരിക്കണം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രൂപത്തിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു രൂപത്തിലും സ്ട്രക്ചർ ഉണ്ടാക്കരുത്, എല്ലാം യൂണിഫോം ആവണം. ദെൻ സിംപ്ലിസിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഷുഡ് ബി സിമ്പിൾ അല്ലെ. ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ ആരാണ് സുപ്പീരിയർ, അയാളുടെ കീഴിൽ ആരൊക്കെയുണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ വേണം ഓർഗനൈസിങ് നടത്താൻ. ആൻഡ് ഓൾസോ ദർ ഷുഡ് ബി അക്കൗണ്ടബിലിറ്റി അല്ലേ. ഒരു ആൻസറബിലിറ്റി ഉണ്ടാവണം. ഒരു പെർട്ടിക്കുലർ തീരുമാനം എടുക്കേണ്ടത് ഇന്ന ആളാണ്, അല്ലെങ്കിൽ ആ തീരുമാനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ഇന്ന ആൾക്കാണ് എന്ന രീതിയിൽ വരുന്ന രീതിയിൽ വേണം ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ. ദീസ് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ്. Okay, these are the basic aspects of the second function, organizing. We will discuss more details in our next video. You have already learned organizing and all the aspects, so these are only supplementary. We are discussing all these details in a very narrow manner. You have to refer more books, more materials, etc. Anyway, thank you very much.